ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആരിഷ് മല്ലു ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മളൊരു ഹണ്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിയർ ഹണ്ടിങ്ങാണ്. അയർലൻഡിൽ നിങ്ങൾക്ക് അറിയാലോ, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാളെ നല്ല മഴയൊക്കെയാണ് കാണുന്നത്. പക്ഷേ നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇവിടുത്തെ കാലാവസ്ഥയിലും അറിയാലോ, നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കാര്യം നടക്കില്ല. അതുകൊണ്ട് മഴയും തണുപ്പൊന്നും നമുക്ക് വിഷയമില്ല. നമ്മളോട് നാളെ ഹണ്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. ഇവിടെ നിന്നൊരു 1 hour ട്രാവൽ ഉണ്ട് സ്പോട്ടിലേക്ക്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോകണം. എല്ലാം പാക്കെല്ലാം സെറ്റാക്കി വെക്കണം. ഗണ്ണും നമുക്ക് കൊണ്ടുള്ള സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് എൻ്റെ കൂടെ. 2 പേരാണ് ഞങ്ങൾ പോകുന്നത്. തന്നെ പോകാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ. നമുക്ക് ഭയങ്കര പാടാണ്. കാരണം നമ്മളിപ്പോൾ മൗണ്ടൻ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടാവും, ഫ്രണ്ട്സൊക്കെ ആരും ഉണ്ടാവും. തന്നെ പോക്ക് കിടക്കില്ല. ഇവിടുത്തെ ടെറൈൻ അങ്ങനത്തെയാണ്. അതുകൊണ്ട് പിന്നെ ക്ലൈമറ്റെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നാളെ ഹണ്ടിങ്ങിന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്ത് ഞാൻ സെറ്റ് ചെയ്യട്ടെ. എൻ്റെ ലോക്കറുണ്ട്. എനിക്ക് ലോക്കറിലാണ് നമ്മൾ തോക്കും കാര്യങ്ങളൊക്കെ വെക്കണം. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പുറത്ത് കാണിക്കാൻ പാടില്ല, ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബേസിക് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി കുറച്ച് അല്ലാത്ത ഫുഡ് കാര്യങ്ങൾ, വെള്ളം എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ നാളത്തേക്കാണ് എടുത്ത് രാവിലെ തന്നെ വെളുപ്പിനെ പോകണം. ഒരു 4-5 മണിയാകുമ്പോൾ പോകാനാണ് പ്ലാൻ ചെയ്തതാണ്. സൺസെറ്റിനും ആ സമയമാകുമ്പോൾ, സൺറൈസിന് മുമ്പ് ആ സമയമാകുമ്പോൾ നമ്മളവിടെ എത്തണം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ബേസിക് സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ നാളെ രാവിലെ ഫുഡ് കാര്യങ്ങൾ അതെല്ലാം എടുത്ത് വയ്ക്കുക, വിട്ടടിച്ച് പോവുക, അതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ തോക്കിൻ്റെ കേസാണ്. നമ്മളിതിലിട്ടാണ് ട്രാവൽ ചെയ്യാറ്. വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ അതിലിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബൈനോക്കുലർ പ്ലസ് നമ്മുടെ നൈറ്റ് വിഷനാണ്. നമ്മൾ ബൈനോക്കുലറാണ് യൂസ് ചെയ്യണത് മെയിനായിട്ട് ഇതിന് വേണ്ടി, ബൈനോക്കുലർ. പിന്നെ ഇത് ലൈറ്റ്. പിന്നെ ഇതൊരു റേഞ്ച് ഫൈൻഡർ എന്ന് പറയും. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വെടിവെക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് ഡിയർ നിൽക്കണതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറ്. കാരണം നമുക്കത് അനുസരിച്ച് വേണം എയിം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് റേഞ്ച് ഫൈൻഡർ. അതാണിത്. ഇതൊരു ബൈനോക്കുലർ ലൈറ്റ്. പിന്നെ ഞങ്ങൾ 2 പേരെ നാളെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ 2 വാക്കി-ടോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ദൂരം അവിടെ ഇവിടെയൊക്കെയായിട്ട് നമുക്ക് സ്പോട്ടിൽ നിൽക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ പോകുന്നത് ഹിൽ ഏരിയയിലേക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വാക്കി-ടോക്കിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് തോക്ക്, അത് ഞാൻ ഓൾറെഡി എല്ലാം ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഇനി ഈ വരലിൻ്റെ ഇവിടെയായിട്ട് നമ്മളൊരു സൈലൻസർ കൂടെ ഉണ്ട് നമുക്ക്. അതാണ് ഫിറ്റ് ചെയ്യാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം സൈലൻസർ വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒച്ചയായിരിക്കും. ഒച്ച കുഴപ്പമില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തോക്ക് 308 വിഞ്ചസ്റ്റർ കാലിബർ ഗണ്ണാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഹമ്മർ ഹെഡ് എന്ന് പറഞ്ഞ ബുള്ളറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സാക്കോടെ. പിന്നെ ഇതിൻ്റെ ബോൾട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും ഉപയോഗിക്കും. നമ്മൾ എപ്പോഴാണ് ഫയർ ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത് അവിടെ സ്പോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യുള്ളൂ ആ തോക്കിൽ, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന്. അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നാളെ ഹണ്ടിങ്ങിന് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് രാവിലെ അതിന് ഇറങ്ങണം. ബാക്കി വീഡിയോസ് ഞാൻ പയ്യിടാം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞ സൈലൻസർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഒച്ച കുറയ്ക്കാൻ വേണ്ടി, സപ്രസ് എന്ന് പറയും. അപ്പോൾ ഇച്ചിരി ഒരു പകുതിയോളം കുറയ്ക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതികൊള്ളൊന്നുമില്ല, കുറച്ചൊരു ഇത് വേണ്ടി. ഓൾവേസ് എല്ലാം സേഫായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗൺ യൂസ് ചെയ്യുള്ളൂ. എപ്പോഴും സേഫ്റ്റിയാണ് നമ്മൾ മുഖ്യം. അപ്പോൾ ഞാൻ ബോൾട്ട് വെച്ചാണ്, കാലിയാണിത്. അത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളത് ഇടാറുള്ളൂ.
ബാരലിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണം സാധാരണ. കാരണം ബാരലിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ അതും എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമ്മൾ വൺസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പ്രോബ്ലമാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബോൾഡ് നമ്മൾ ഇട്ടിട്ടില്ല, ഇത് ഇതിനകത്താണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടാണ് പിന്നെ വെടിയിക്കുന്നതിനകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ നോർമലി സേഫ്റ്റിയുടെ ഇഷ്യൂ കാരണം നമ്മൾ സ്പോട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ നമ്മളിത് ഇടാറുള്ളൂ, അതുവരെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാറ്. പിന്നെ മാഗസിൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് 3 റൗണ്ട് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ വലിയ മാഗസിൻ ഉണ്ട്, അതായത് 5ഉം 10ഉം നമുക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്യാവുന്നതുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വേണ്ടിയില്ല, ഇപ്പോൾ ഇത് 3 തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ എം ടി ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നാളെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ്, സാക്കോയുടെ 308 ഇതാണ് ബുള്ളറ്റ് വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഈ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ രാവിലെ ഇറങ്ങുവാണ്. സ്പോട്ടിലേക്ക് ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറുണ്ട്, ഓൾമോസ്റ്റ് 1 മണിക്കൂറുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് എല്ലാ വീഡിയോസും വിശദമായിട്ട് ഇടാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു. നല്ല കൂരാക്കൂര ഇരുട്ടാണ് ഗൈസ്. എൻ്റെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ, നല്ല ഇരുട്ടാണ്. ഇച്ചിരി ഒരു കാട്ടുവഴിയാണിത്, അതാണ് പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങോട്ടും ഫുള്ള് കാടുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ലൊക്കേഷനിലെത്തി. നമ്മൾ 1-2 ഡിയറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിനെ നോക്കിയിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസ് എൻ്റെ ഇവിടെ എടുക്കാൻ സാഹചര്യമില്ല, അതുകൊണ്ട് ഞങ്ങളതിനെ വെടിയിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങളൊരുത്തനെ വെടിയിച്ചിട്ടു. ഇതാണ് മുതൽ. ഇനി പ്രോസസ്സ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക് യു.